Okay, let's we are continue post-structuralism. So we have discussed up to Michel Foucault's power, discourse, and knowledge, and here now we are moving to deconstruction. Okay, deconstructive turn by Roland Barthes and Derrida. While Foucault's work involved detailing the structures of power and their discourse, Roland Barthes' later writing began to make the first moves in rebelling against structuralist reading of text. So, Michel Foucault's structuralism എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? പവർ ആൻഡ് ഡിസ്കോഴ്സ് ദെൻ നോളജ് അല്ലേ? പവറിൻ്റെയും ഡിസ്കോഴ്സിൻ്റെയും നോളജിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു പിന്നെ ഫൂക്കോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ റോളൻ ബാർത്സും അതുപോലെ തന്നെ ഡെറീദയും എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? റോളൻ ബാർത്സ് ലേറ്റർ റൈറ്റിംഗ് ബിഗാൻ ടു മേക്ക് ദ ഫസ്റ്റ് മൂവ്സ് ഇൻ റെബല്ലിംഗ് അഗൈൻസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റീഡിംഗ് ഓഫ് ടെക്സ്റ്റ്. അതായത് സ്ട്രക്ചറലിസ്റ്റ് റീഡിംഗ് ഓഫ് ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം, അതിനെതിരെ റെബൽ ചെയ്യാണ് റോളൻ ബാർത്സ് ചെയ്യുന്നത്. സോ ബാർത്സ് ബിഗാൻ ബൈ സജസ്റ്റിംഗ് എ ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ദി ടെക്സ്റ്റ്. He argued the text can be either readerly or writerly. അതായത് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് എന്താവാം, ഇപ്പം ഏത് ലിറ്റററി വർക്ക് ആവാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏതൊരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിലും അത് എന്താവാം, റീഡർലിയോ അല്ലെങ്കിൽ റൈറ്റേർലിയോ ആവാം. അതെന്താണ് ഈ റീഡർലി അല്ലെങ്കിൽ റൈറ്റേർലി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എ റീഡർലി ടെക്സ്റ്റ് വാസ് വൺ ദാറ്റ് ലെഫ്റ്റ് ദി റീഡർ with nothing to do. It explained, explicated, described everything. അതായത് റീഡർലി ടെക്സ്റ്റ് എന്ന് പറയുമ്പം ദർ ഈസ് നത്തിങ് ടു ഡു ബൈ റീഡർ. അതായത് ആ ടെക്സ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ വായിക്കാം. റീഡറിന് പ്രത്യേകിച്ച് അതിലെന്ത് ചെയ്യാമല്ലോ, ഒന്നും ചെയ്യാനില്ല. അതിലെന്താ എല്ലാം തന്നെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ റീഡറിന് ഒന്നും ചെയ്യാനില്ല. റീഡറിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻസും അല്ലെങ്കിൽ ഒരു മീനിങ്ങും അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ആ കൈൻഡ് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ടെക്സ്ച്വൽ അപ്രോച്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീഡർലി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കൺട്രോൾഡ് മീനിങ് ആൻഡ് ദ റീഡർ വാസ് എ മിയർ പാസീവ് റെസിപ്പിയൻ്റ് ഓഫ് മീനിങ്. അതായത് അവിടെ റീഡർ എന്താണ്, കൺട്രോൾഡ് ആണ്. ഓക്കെ, ആ റീഡറും കൺട്രോൾഡ് ആണ്, അതേപോലെ തന്നെ ആ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനിങ്ങും കൺട്രോൾഡ് ആണ്. ഓക്കെ, അത് ലിമിറ്റഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ റീഡറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. ആൻഡ് അവിടെ റീഡറിന് ഒരു റോളും ഇല്ല. ആൻഡ് റീഡർ എപ്പോഴും അവിടെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാസീവ് റെസിപ്പിയൻ്റ് ഓഫ് മീനിങ്, അതായത് ടെക്സ്റ്റ് എന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. ഓക്കെ, അതിലുള്ള മീനിങ് അതേപടി റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ബട്ട് എ റൈറ്റർലി ടെക്സ്റ്റ് ഓൺ ദി അതർ ഹാൻഡ് വാസ് വൺ വേർ ദി റീഡർ ഹാഡ് ആൻ ആക്റ്റീവ് റോൾ ടു പ്ലേ. അപ്പോൾ റൈറ്റർലി ടെക്സ്റ്റ് എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഫോർ റീഡർലി ടെക്സ്റ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ടു റീഡർലി ടെക്സ്റ്റ്. അതായത് റീഡർലിയിൽ നമ്മൾ പറഞ്ഞു, റീഡർ ടെക്സ്റ്റിൽ എങ്ങനെയാണ് വരിക, ടെക്സ്റ്റിൽ എങ്ങനെ വരിക, പാസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും റീഡറിനുള്ളത്. ബട്ട് റൈറ്റർലി ടെക്സ്റ്റിൽ എങ്ങനെയാണ് വരിക, ആക്റ്റീവ് റോളാണ്. റീഡറിന് അവിടെ ഒരു ആക്റ്റീവ് റോൾ ഉണ്ടായിരിക്കും. സോ ദ ടെക്സ്റ്റ് ടീസ്ഡ്, ഹിഡ്, ഓഫേർഡ് ക്ലൂസ് ടു ദി റീഡർ ടു ഡിക്കോഡ്. അതായത് ഈ ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കും, ഒരുപാട് ഹിൻസ് അല്ലെങ്കിൽ ഒരുപാട് ക്ലൂസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഹിൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കീ വേർഡ്സ് വെച്ചിട്ട് റീഡറിന് എന്ത് ചെയ്യാൻ പറ്റും, റീഡറിൻ്റേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇൻ അതർ വേർഡ്സ് Roland Barthes was proposing that meaning was not embedded with the text but within the reader. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എംബഡഡ് വിത്തിൻ ദി ടെക്സ്റ്റ് ബട്ട് വിത്തിൻ ദി റീഡർ. അപ്പം ആ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി വിത്തിൻ ദി ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റ് എന്താണോ പറയുന്നത് അതായിരിക്കരുത് റീഡേഴ്സ് റിസീവ് ചെയ്യേണ്ടത്. ബട്ട് റീഡർ എന്ത് ചെയ്യണം, റീഡറിൻ്റെതായിട്ടുള്ള ഒരു മീനിങ് അവിടെ എന്താണ് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയണത്
ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എക്സിസ്റ്റ് വിത്തിൻ ദി റീഡർ. ഓക്കെ, സോ ഇവിടെയാണ് ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ദ ഡെത്ത് ഓഫ് ദി ഓതർ. അത് റോളൻഡ് ബാർത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേസാണ്, ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്നത്. സോ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓതറിന് അവിടെ ഒരു സ്ഥാനമില്ല. അപ്പോൾ ഞാനൊരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തു, പിന്നെ എനിക്കൊരു സ്ഥാനമില്ല അവിടെ. പിന്നെ റീഡേഴ്സാണ് തീരുമാനിക്കേണ്ടത് ആ ബുക്കിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യണം, ആൻഡ് എങ്ങനെ അതിനെ വിമർശിക്കണം എന്നുള്ളത് ആരെ തീരുമാനിക്കുക? റീഡറാണ് അവിടെ തീരുമാനിക്കുക. അതിലെന്ത് മീനിങ് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? റീഡേഴ്സാണ്. ഓക്കെ, സോ ഓതർ ഹാസ് നോ റോൾ ദർ. ഓക്കെ, ഒരു റോളും ഇല്ല. അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ ഡീകൺസ്ട്രക്റ്റീവ് മെത്തേഡാണ് കേട്ടോ. റോളൻഡ് ബാർത്സിൻ്റെ ഡീകൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ബാർട്സ് സജസ്റ്റഡ് ദാറ്റ് എ വർക്ക് ഈസ് എ ഫിസിക്കൽ ഒബ്ജക്റ്റ് ദാറ്റ് ഓക്യുപ്പൈസ് ഷെൽഫ് സ്പേസ് ആൻഡ് ഈസ് ക്യാരിഡ് ഇൻ ദി ഹാൻഡ്. എ ടെക്സ്റ്റ് ഓൺ the other hand is a process in language. ഓക്കെ, ഇവിടെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓക്യുപ്പൈസ് ഷെൽഫ് സ്പേസ് ആൻഡ് ക്യാരിഡ് ഇൻ ദി ഹാൻഡ്. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്കതിലൊരു ഷെൽഫ് സ്പേസോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കാനോ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്റ്റാണ് ഒരു വർക്ക് എന്ന് പറയുന്നത്, അല്ലേ, ഒരു വർക്ക് എന്ന് പറയുന്നത്. എ ടെക്സ്റ്റ് ഓൺ അതർ ഹാൻഡ് ഈസ് എ പ്രോസസ് ഇൻ ലാംഗ്വേജ്. ഓക്കെ, പക്ഷെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ലാംഗ്വേജ്. ആൻഡ് ടെക്സ്റ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മിയർ ഒബ്ജക്റ്റ്, അല്ലേ. പക്ഷെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഇൻ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് എമംഗ് ദി റീഡേഴ്സ്. അപ്പോൾ ഒരു ടെക്സ്റ്റിൽ മേജറായിട്ട് ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മീൻ എ സീരീസ് ഓഫ് ലിംഗ്വിസ്റ്റിക് പ്രോസസ് ദാറ്റ് ആർ ഡീകോഡഡ് ബൈ ദി റീഡർ. ഒരു സീരീസ് ഓഫ് ലിംഗ്വിസ്റ്റിക് പ്രോസസ്സ് എവിടെ ഉണ്ടായിരിക്കും? ഒരു ടെക്സ്റ്റിലുണ്ടായിരിക്കും. ആൻഡ് അത് ഡീകോഡ് ചെയ്യുന്നത് ആരായിരിക്കും? ബൈ റീഡർ. ഓക്കെ, ദാറ്റ് ലിംഗ്വിസ്റ്റിക് പ്രോസസ് ആർ ഡീകോഡഡ് ബൈ ദി റീഡർ ഓർ ദ മീനിങ് ഡീകോഡഡ് ബൈ ദി റീഡർ. ദെൻ assume the structure of narrative negotiations between the language and the reader. അതായത് ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ടെക്സ്റ്റിലുള്ള ലാംഗ്വേജും അതുപോലെ തന്നെ ആ റീഡറും തമ്മിലുള്ള നെഗോസിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അസ്യൂം ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ടു പെക്യുലാരിറ്റീസ് ഓഫ് ടെക്സ്റ്റ്. ഓക്കെ, ദെൻ ഇൻ അഡീഷൻ ബാർട്സ് സീസ് ദ ഓതർ as the controlling authority that prevents a work from becoming a text. അതായത് ഒരു വർക്ക് എന്ന് പറയുന്നത്, ഒരു വർക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ ഇങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് വർക്ക്. പക്ഷെ അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ടെക്സ്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ലാംഗ്വേജ് പ്രോസസ്സിങ് ഉണ്ടായിരിക്കും ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും. സോ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ടെക്സ്റ്റും വർക്കും തമ്മിൽ. സോ ഇവിടെ എന്താണ് ബാർട്സ് എന്താ ചെയ്യുന്നത്? ഓതർ ആസ് ദ കൺട്രോളിങ് അതോറിറ്റി ദാറ്റ് പ്രിവെൻറ്റ്സ് എ വർക്ക് ബിക്കമിങ് എ ടെക്സ്റ്റ്. അപ്പം ഓതറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു കൺട്രോളിങ് അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഓതർ പ്രിവെൻറ്റ്സ് എ വർക്ക് ഫ്രം ബിക്കമിങ് എ ടെക്സ്റ്റ്. ഒരു വർക്ക് ടെക്സ്റ്റ് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ആക്ച്വലി ഇവിടെ ഓതറാണ്. സോ ആസ് ലോങ് ആസ് വി അസ്യൂം ദി ഓതർ ക്യാരീസ് and owns the meaning of a poem or novel, it will remain a work and not become a text. അതായത് ഇപ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നോവലോ അല്ലെങ്കിൽ പിന്നെ ഒരു പോയട്രിയോ ഈ പറയുന്ന ഓതർ അല്ലെങ്കിൽ അത് എഴുതിയ വ്യക്തി ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് വെറും വർക്കാണ്. ഓക്കെ, അത് ഓതറിൻ്റെ ഷെൽഫിൽ മാത്രം എടുത്ത് വെക്കാൻ പറ്റുന്ന ഇറ്റ്സ് എ മിയർ ഒബ്ജക്റ്റ്. ഓക്കെ, പക്ഷേ അത് ടെക്സ്റ്റ് ആവുന്നത് എപ്പോഴാണ്? അത് നമ്മൾ റീഡേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. റീഡേഴ്സ് അതിനെ അനലൈസ് ചെയ്ത് അതിനൊരു മീനിങ് കണ്ടെത്തുമ്പോഴാണ് അതൊരു ടെക്സ്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദസ് എ വർക്ക് ബിക്കംസ് എ ടെക്സ്റ്റ്
when the reader refuses authorial authority. In Barth's famous formulation, the birth of the reader must be at the cost of the death of the author. അതായത് ഒരു റീഡർ ആ ഓതറിൻ്റെ അതോറിറ്റീനെ റിഫ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുമ്പോൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് ആ ഒരു ആ ഒരു വർക്ക് എന്താണെന്ന് ഒരു ടെക്സ്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് ബാത്സ് പറയുന്നുണ്ട് ദ ബർത്ത് ഓഫ് ദി റീഡർ മസ്റ്റ് ബി അറ്റ് ദി കോസ്റ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഓതർ. അതായത് റീഡേഴ്സിൻ്റെ ബർത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക? ഒരു വർക്ക് എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഓതറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ എന്ത് സംഭവിച്ചു? ഡെത്ത് ഓഫ് ദി ഓതർ, ഓതറിൻ്റെ ഡെത്ത് സംഭവിച്ചു. ദെൻ ആൻഡ് അവിടെ വേറൊരു കാര്യം ബർത്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ജനിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് റീഡർ, ദ ബർത്ത് ഓഫ് ദി റീഡർ. ഓക്കെ, ദ ബർത്ത് ഓഫ് ദി റീഡർ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ദി ഓതറിൻ്റെ കോസ്റ്റാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളെ റോഡ് ആൻഡ് ബാർത്ത്സിൻ്റെ ഒരു ഡീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജാക്ക് ദെറീദയുടെ ഡീകൺസ്ട്രക്ഷനാണ്. അപ്പം നിങ്ങളെങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യാറ്? ജാക്കസ് ദെറീദ എന്നൊക്കെ വായിക്കുന്നവരുണ്ടാവും അല്ലേ? ഇതൊരു ഫ്രഞ്ച് പ്രൊനൗൺസിയേഷനാണ് ആക്ച്വലി ഇതിൽ വരുന്നത്. ജാക്ക് ദെറീദ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. ഓക്കെ, സോ Jacques Derrida, often associated with the movement in philosophy known as deconstruction, is arguably one of the most elusive, controversial and influential figures in Western intellectual history. അപ്പം ജാക്ക് ദെറീദയുടെ ഡീകൺസ്ട്രക്ഷൻ തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കോൺട്രവേഴ്സലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അതിനല്ലാണ്ട് ഇപ്പോൾ അതങ്ങനെ കോൺട്രവേഴ്സൽ ആവില്ല. സോ വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ക്രിറ്റിസിസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോൺട്രവേഴ്സൽ തിങ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ഇൻ വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി. ആൻഡ് അത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, ഹിസ് വർക്ക് സ്പാൻഡ് ഫിലോസഫി, ലിറ്ററേച്ചർ, ദ ലോ, പൊളിറ്റിക്കൽ തിയറി ആൻഡ് സോഷ്യൽ തിയറി. ഓക്കെ, അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? ഫിലോസഫി, ലിറ്ററേച്ചർ, ലോ, പൊളിറ്റിക്കൽ തിയറി ആൻഡ് സോഷ്യൽ തിയറി. ആൻഡ് ഒബ്സെസ്ഡ് വിത്ത് ദി ഫങ്ഷനിങ് ഓഫ് ലാംഗ്വേജ്, Derrida's mode of writing is playful, elliptical and sometimes obscure. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പ്ലേഫുൾ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്യക്തത ഇല്ലാത്ത ടൈപ്പ് ഓഫ് റൈറ്റിങ്സാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. ഓക്കെ, ആൻഡ് കൂടുതലും ഈ ലാംഗ്വേജ് ഫങ്ഷനിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതും ആൻഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ. ആൻഡ് ഈവൻ ദോ ഹിസ് റൈറ്റിങ്സ് ഈസ് ലൈക്ക് എലിപ്റ്റിക്കൽ ഓർ സംടൈംസ് ഒബ്സ്ക്യൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തമല്ലാത്ത രീതിയിൽ നോട്ട് ക്ലിയർ എന്നുള്ള മീനിങ് ആണ്. And however, the point is that the way he makes his arguments is the argument itself, a degree of self-reflexivity that is not seen in contemporary writing. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ കുറച്ച് പവർഫുൾ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൽഫ് റിഫ്ലെക്സിവിറ്റിയുടെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും നമുക്കൊരു കണ്ടംപററി ലിറ്ററേച്ചറിലൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പവർഫുൾ ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ആൻഡ് Derrida's early work built upon Saussurean notions of language and signification, but took them to radical extremes. Derrida argued that if the relation between signifier and signified is arbitrary and all language is relational, then the process of reading is a movement from signifier to another. അപ്പം നമ്മൾ സ്ട്രക്ചറലിസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഈ പറയുന്ന സിഗ്നിഫൈഡ് അല്ലെങ്കിൽ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അട്ടർ ചെയ്യുന്ന സൗണ്ട്,
അല്ലേ? ഇപ്പോൾ ക്യാറ്റിൻ്റെയും പെൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പെൻ എന്ന് പറയുന്ന ആ വേർഡ്, ആ സൗണ്ടിനെയാണ് നമ്മൾ സിഗ്നിഫയർ എന്ന് പറയുന്നത്. ആൻഡ് സിഗ്നിഫൈഡ് എന്താണ്? സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റാണ്. പെൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണോ നമ്മളെ മൈൻഡിൽ ആദ്യം വരുന്നത് അതാണ്. പക്ഷെ നമ്മളവിടെ പറഞ്ഞു ഈ സിഗ്നിഫൈഡും അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആർബിട്രറി ആണ്. അതായത് ആക്ച്വലി ഈ സൗണ്ടും, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് പറയുന്ന പേരുണ്ടല്ലോ, ആ സൗണ്ടും ആ സ്പീച്ച് സൗണ്ടും അതുപോലെ ഈ ഒബ്ജക്റ്റും തമ്മിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇപ്പം വേറെ ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, ഒണോമോട്ടോപ്പോയിക് വേർഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് ഫോർ എക്സാമ്പിൾ ഇപ്പം കുയിലിൻ്റെ സൗണ്ട്, കുക്കു എന്ന് പറയുന്ന വേർഡ്, ആ കുക്കു എന്ന് പറയുന്ന വേർഡും ആൻഡ് ആ കുക്കു എന്ന് പറയുന്ന ബേർഡിൻ്റെ സൗണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇനി കാക്ക, ക്രോൻ്റെ പേരും അതിൻ്റെ സൗണ്ടും തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്? നമ്മൾ അട്ടർ ചെയ്യുന്ന സൗണ്ടും ആ ഒബ്ജക്റ്റും തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണോ, ഏത് കോൺസെപ്റ്റിനെയാണോ ആ പേര് വിളിക്കുന്നത് അതും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഭൂരിഭാഗം ഒബ്ജക്ട്സിനും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അട്ടർ ചെയ്യുന്ന സൗണ്ടും ആൻഡ് ആ ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല. ആക്ച്വലി ആർബിട്രറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, വൈരുദ്ധ്യാത്മകമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ സഷൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഈ സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആർബിട്രറി ആണ് എന്നുണ്ടെങ്കിൽ എന്തില്ല, നമുക്ക് ഒരിക്കലും റീഡിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പോസിബിൾ ആവില്ല, കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് വി ക്യാൻ നെവർ കം ടു ദി എൻഡ് ഓഫ് സിഗ്നിഫിക്കേഷൻ ആൻഡ് ഡിസ്കവർ ദ മീനിങ് ബിക്കോസ് വി ഗെറ്റ് ടു ദി എൻഡ് വി ആർ ഫേസ്ഡ് നോട്ട് വിത്ത് ദി സിഗ്നിഫൈഡ് ബട്ട് വിത്ത് യെറ്റ് അനദർ സിഗ്നിഫയർ. ഓക്കെ, അതായത് അങ്ങനെ ഒരു ആർബിട്രറി റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഒരിക്കലും എൻഡ് അല്ലെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഡിസ്കവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഷൂർ പറഞ്ഞ രീതിയിലാണ് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം പറഞ്ഞതാണ് സിഗ്നിഫൈഡും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൈൻ ഉണ്ടാകുന്നത്, അതായത് മീനിങ് വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു മീനിങ് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ മീനിങ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് മീനിങ് മേക്കേഴ്സായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. ബിക്കോസ് ഇവിടെ നമ്മൾ ഈ പറയുന്ന സിഗ്നിഫയറും ഈ പറയുന്ന സിഗ്നിഫൈഡും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദസ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ വേർഡ് ക്യാറ്റ് we use further term like animal, organism, whiskers, tail, more signifiers along with the chain of signification. There is no final signified because even that signified will consist of more words. അതായത് ഇപ്പം നമ്മൾ ക്യാറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ക്യാറ്റ് എന്ന് പറയുമ്പം നമുക്കൊരിക്കലും ആ വേർഡും ക്യാറ്റ് എന്ന് പറയുന്ന അനിമലിൻ്റെ ആ ഒരു സ്ട്രക്ചറും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ക്യാറ്റ് എന്ന് പറയുമ്പം ഒരിക്കലും അതിൻ്റെ മീനിങ് എന്തല്ല, 4 കാലുള്ള ഒരു ഫറി ആയിട്ടുള്ള ഒരു അനിമൽ അല്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം ഡയറക്റ്റായിട്ട് അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു അനിമലായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആയിട്ട് അല്ലെങ്കിൽ വിസ്കറായിട്ട് ഒരു ടെയിലായിട്ടൊക്കെ ഇങ്ങനെ സിഗ്നിഫയറിൻ്റെ മേലെ സിഗ്നിഫയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കോൺസെപ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺസെപ്റ്റ് അല്ല, ആ വേർഡ് ഇങ്ങനെ പുതിയ കോമ്പോണൻസ് ഇങ്ങനെ സൗണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ആ കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും എത്തില്ല. ആൻഡ് എവറി സിഗ്നിഫയർ ആർഗ്യൂഡ് ദറിത ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ ആബ്സെൻസ്. ഒരു ആബ്സെൻസ്, ഇപ്പോൾ എല്ലാ സിഗ്നിഫയറും ഉണ്ടാവുന്നത് ഒരു ആബ്സെൻസിൽ നിന്നാണ്. മനസ്സിലാവും? ആബ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ബോട്ടിലെടുക്കുക. ബോട്ടിൽ എന്ന് പറയുന്ന ആ വേർഡും ആ ബോട്ടിൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലല്ലോ. അപ്പോൾ സിഗ്നിഫയർ എന്താണ്? സിഗ്നിഫയർ എന്ന് പറയുന്നത് ആ ബോട്ടിൽ എന്ന് പറയുന്ന ആ വേർഡാണ്. പക്ഷേ അവിടെ ഒരിക്കലും ഈ ബോട്ടിൽ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് കണ്ടിട്ട് അതിനെ പിന്നെ റിലേറ്റ് ചെയ്തിട്ടല്ല അതിനാ പേരിട്ടിട്ടുള്ളത്.
അപ്പോൾ എല്ലാ സംഭവങ്ങളും എന്താണ്, ഒരു ആബ്സെൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഒരു വാക്വം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ശൂന്യതയിൽ നിന്നാണ് എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന സിഗ്നിഫയർ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ബിൽഡിംഗ് ഓൺ സച്ച് അസംഷൻ ദാറ്റ് മീനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡിഫറൻസ്. Okay, Derrida suggests that every word carries within it a word that we are aware of as being different. അതായത് എല്ലാ വേർഡ്സും അല്ലെങ്കിൽ മീനിങ് ഈസ് ദി റിസൾട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എല്ലാം വൈരുദ്ധ്യാത്മകതയിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാം ഡിഫറൻസിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, മീനിങ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പം എല്ലാം ഡിഫറെൻ്റ് ആണ്, കാരണം നമ്മൾ ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഓരോന്നിനും ഓരോ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടിലിനെ പോലെയാണ് ഇപ്പോൾ ഈ ക്യാറ്റ് എന്ന് പറയുന്ന സംഭവം, അത് ക്യാറ്റും ബാറ്റും അതുപോലെ തന്നെ ഹാറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, സെയിം ഒരേപോലത്തെ വേർഡ്സ് ആണ്. ആൻഡ് ഇതൊക്കെ ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിളിക്കില്ലല്ലോ. ഈ സംഭവങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്, ആ ഡിഫറൻസിൽ നിന്നാണ് ഓരോന്നിനും എന്ത് ചെയ്യുന്നത്, ഓരോ പുതിയ പുതിയ പേരുകൾ അല്ലെങ്കിൽ സിഗ്നിഫയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ക്യാറ്റിനെ എന്തുകൊണ്ട് ക്യാറ്റ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഈ പറയുന്ന ബാറ്റും അതുപോലെ ഹാറ്റ്, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ക്യാറ്റ്, ബാറ്റ്, ഹാറ്റ്, ഫാറ്റ്, ഒരേപോലത്തെ വേർഡ്സ് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. ക്യാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബാറ്റ്, ഹാറ്റ്, ഫാറ്റ് അല്ലേ. ഈ 4 വേർഡ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഈ ഡിഫറൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേർഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്നിഫയേഴ്സിനെ കുറിച്ച് അവെയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ എവറി സിഗ്നിഫയർ ഈസ് എ സീരീസ് ഓഫ് ഡിഫറൻസസ് ഫ്രം അതർ സിഗ്നിഫയർ. അപ്പോൾ ഒരു സിഗ്നിഫയറിന് വ്യത്യസ്തമാണ് മറ്റൊരു സിഗ്നിഫയർ. അതായത് ക്യാറ്റ് എന്ന് പറയുന്ന സിഗ്നിഫയറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഹാറ്റ് എന്ന് പറയുന്ന സിഗ്നിഫയർ. ഓക്കെ, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആൻഡ് ഓക്കെ, നിങ്ങൾ പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാൻ അപ്പോൾ റിപ്ലൈ തരാം. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ ഇവിടെ ദരീദ പറയുന്നത് ക്യാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ക്യാറ്റ് എന്ന് പറയുന്ന സിഗ്നിഫയറുടെ പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ബിക്കോസ് ഫാറ്റ്, ഹാറ്റ് ആൻഡ് ബാറ്റ് ആർ ആബ്സെൻറ്റ്. എന്തുകൊണ്ടാണ്, അവിടെ ഹാറ്റും ബാറ്റും അതുപോലെ തന്നെ ഈ ഫാറ്റ് എന്ന് പറയുന്ന ഈ 3 സിഗ്നിഫയേഴ്സ് എന്താണ് അവിടെ ആബ്സെൻ്റ് ആണ്. അതവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ഓർ അത് ക്യാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എന്താ ഈ പറയുന്ന 4 legged ആയിട്ടുള്ള ഫെറി അനിമൽ എന്തായത്, ക്യാറ്റായത്. ഓക്കെ, അപ്പം ഇത് ഞാൻ PG പഠിച്ച സമയത്ത് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചു, അപ്പം ഇവിടെ ഒരു ചോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ക് ഉണ്ടായപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചു, മിസ് ഇത് എന്തുകൊണ്ട് ഒരു ചോക്കായി എന്ന് ചോദിച്ചപ്പോൾ മിസ്സ് എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ അതൊരു ഡെസ്ക് അല്ല, അതുകൊണ്ട് അത് ചോക്കായി എന്ന് പറഞ്ഞു. സോ അതുതന്നെയാണ് ഇവിടെ ദരീദ പറയുന്നത്. ഓക്കെ, സോ അതിനെയാണ് ആബ്സെൻ്റ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ദരീദയുടെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ ആർബിട്രറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതങ്ങനെ ഇങ്ങോട്ട് ഓക്കെ ആണ്, നമുക്ക് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒന്നിൻ്റെ മീനിങ് പ്രൊഡ്യൂസ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്, മറ്റൊന്നിൻ്റെ ആബ്സെൻസ് ആണ്. അല്ലെങ്കിൽ ഓരോ സിഗ്നിഫയറും മറ്റുള്ള സിഗ്നിഫയേഴ്സിൽ നിന്ന് എന്താണ് ഡിഫറെൻ്റ് ആണ്. ഈ ഡിഫറെൻ്റ് അല്ലെങ്കിൽ ആബ്സെൻ്റ്, ഈ 2 വാക്കുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ അവിടെയാണ് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ആർബിട്രറി റിലേഷൻഷിപ്പിലല്ല എന്നുള്ളതാണ് ദരീദ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പോസ്റ്റ് സ്ട്രക്ചറലിസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ കണ്ടംപററി ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, അത് ഫ്രം സ്ട്രക്ചറലിസം ടു ഇക്കോ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം മുതൽ ഇക്കോ ക്രിറ്റിസിസം വരെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 3rd സെമ്മിലെ ക്രിറ്റിസിസം സിലബസ് മൊത്തത്തിലുണ്ട്. ഇപ്പോൾ പ്രമോദ് കെ നായരുടെ ബുക്കാണിത്. ഇതിൻ്റെ PDFs അവൈലബിൾ ആണ്, ഞാനത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ലിറ്ററി വേൾഡ് ഗ്രൂപ്പിലൊക്കെ ഞാനത് അയച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുള്ള ഭാഗം ഫോട്ടോ എടുത്തിട്ട് അയക്കാം. ഓക്കെ, ഇത് നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലാസ് എടുക്കാൻ നോക്കിയത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഞാൻ റെഫർ ചെയ്തത്. ഇനി ഡീകൺസ്ട്രക്ഷനിൽ കുറച്ച് പോയിൻറ്റ്സ് കൂടി ഉണ്ട്, അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഡീകൺസ്ട്രക്ഷനിൽ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ, റോളൻ ബാസും ദരീദയും ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തയക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കാം കേട്ടോ.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൽ ലോഗോസെൻട്രിസം പഠിക്കാനുണ്ട്, പിന്നെ ദ യെയിൽ സ്കൂൾ, പിന്നെ ഡീസെൻറ്ററിങ്ങും പഠിക്കാനുണ്ട്, പിന്നെ അപ്പോറിയ, സപ്ലിമെൻ്റ് ഓഫ് ഓതർ. ഓക്കെ, കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളുള്ളൂ. ഇതിൽ നിന്ന് മേജറായിട്ട് വരിക ഫൂക്കോയുടെ നോളജ് പവർ ഡിസ്കോഴ്സും പിന്നെ ഡീകൺസ്ട്രക്ഷനും. ഇതാണ് മേജറായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത്, ഇത് രണ്ടുമാണ്. അത് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ ലോഗോസെൻട്രിസവും പിന്നെ ഡീസെൻട്രിങ്ങും, അത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് സംഭവം, അതിനുള്ള എക്സാമ്പിൾസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ.